പെസഹായുടെ എല്ലാ മഹത്വവും നേരുന്നു. ക്രിസ്തുവിൻ്റെ കാൽവറി ബലിക്ക് മുൻപായി മാളികമുറിയിൽ നടന്ന 2 സംഭവങ്ങൾ തൻ്റെ ശുശ്രൂഷയുടെ മുഖ്യ അടയാളപ്പെടുത്തലായിരുന്നു. ഒന്ന് തൻ്റെ ശരീരം ജീവൻ്റെ അപ്പമായി മുറിച്ച് നൽകുന്നതും മറ്റത് തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നതും. സത്യത്തിൻ്റെ 2 വശങ്ങളായ സ്നേഹവും കരുണയുമാണ് ക്രിസ്തു പഠിപ്പിച്ചത്. പെസഹ ഒരു ഓർമ്മ പുതുക്കൽ മാത്രമല്ല, മറിച്ച് ആത്മസമർപ്പണമാണ്. ക്രിസ്തു തന്നെ തന്നെ ഭക്ഷണമായി നൽകി വിശുദ്ധ കുർബാന വഴി നമ്മുടെ ആത്മീയ വിശപ്പടക്കുന്നു. ഒപ്പം പാദക്ഷാളനം വഴി തൻ്റെ മാർഗം അധികാരത്തിൻ്റെ വഴിയല്ല, മറിച്ച് ശുശ്രൂഷയുടെ വഴിയാണ് എന്ന് കാട്ടുകയും ചെയ്തു. അപ്പമായി മാറിയ ക്രിസ്തുവിനെ നാം ഭക്ഷിക്കുമ്പോൾ സഹോദരൻ്റെ പാദം കഴുകുവാൻ തയ്യാറാകുന്ന ശുശ്രൂഷാ മനോഭാവവും നമുക്കുണ്ടാകണം. ക്രോണോസിൽ നിന്നും നാം സ്വീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം എളിയവരെ ചേർത്ത് നിർത്തുന്ന കരുണയായി മാറട്ടെ. പെസഹായുടെ എല്ലാ കൃപകളും നേർന്നുകൊണ്ട് തോമസ് പി. ജോൺ.